Welcome to market discussion of the day. Today, November 20th, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഈ ആഴ്ചത്തെ പുതിയ ബാച്ച് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സോ അടുത്ത ബാച്ച് അടുത്ത ആഴ്ച ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത മൺഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ ഈ ഒരു ടൈമിൽ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30-ക്കും 10:30-ക്കുമായിട്ടാണ് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. സോ ഈ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിൽ നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്കാണ് ആ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതും മാർക്കറ്റിലൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതിൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ $1 ട്രില്യൺ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ അത് ത്രൂ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് ഇന്ന് വരും. നമുക്കറിയാം കുറേ കാലമായിട്ട് US നിന്ന് ന്യൂസുകൾ വരുന്നില്ല. US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിരുന്നു. സോ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് ഇന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും മാർക്കറ്റിൽ നിന്ന് അതിന് മുന്നേ ആയിട്ട് തന്നെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് ഫണ്ടമെൻ്റൽ സൈഡിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. ഭയങ്കര വലിയൊരു എന്താ പറയുക ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടുള്ള ന്യൂസും കൂടിയാണ്. ഓക്കെ, സോ നാളെ നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. രാവിലെ 8:30 മണിക്കാണ്. അത് മാത്രമാണ് നാളത്തെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, സോ അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ പറയുക, നമ്മുടെ ഇസ്രായേൽ ഹമാസ് വാറിനകത്ത് ഇസ്രായേൽ വീണ്ടും ബോംബാക്രമണം എന്താ പറയുക ഗാസയിൽ ബോംബാക്രമണം ഉണ്ടായി. അതിലൂടെ ഓൾമോസ്റ്റ് 25ഓളം പാലസ്തീൻസ് മരിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നിന്നുണ്ടായിട്ടുള്ള റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് എന്താണ് അത് എന്തായി തീരും? ഐ മീൻ ആ ഒരു ഇമ്പാക്റ്റ് ഗോൾഡിൽ നമുക്ക് ഇതേവരെ കണ്ടിട്ടില്ല. ആ ഒരു ഇമ്പാക്റ്റ് ഗോൾഡ് ഇപ്പോഴും 4059 എന്ന് പറയുന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്കറിയില്ല എന്താണ് ഗോൾഡ് ഓൾറെഡി ഇത്രയും വലിയൊരു ഹൈയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം വലിയൊരു രീതിയിലുള്ളൊരു മാറ്റങ്ങളൊന്നും മാർക്കറ്റിലില്ല. ഗോൾഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് പ്രകാരം എല്ലാം ഒരു ഡൗൺ ട്രെൻഡിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമ്മളുടെ ട്രെൻഡ് അപ്പ് ട്രെൻഡുമാണ്. അതുകൊണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക, സെല്ലിലോട്ട് പോവാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് പോകുക. അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ബ്രോക്കേഴ്സ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു ബ്രോക്കർ യൂസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ റെഗുലേഷൻസ് ആണ് നോക്കേണ്ടത്. നമ്മൾ സ്റ്റാർ ട്രേഡറിൻ്റെ റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ ഉണ്ട്, UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും ഉള്ളൊരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറയുമ്പോൾ. അതിൻ്റെ കൂടെ STP അക്കൗണ്ട് ECN അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് ബോണസാണ്. സോ ആദ്യത്തെ യൂറോപ്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസും എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. അതിൻ്റെ കൂടെ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ 20% ബോണസ് തരുന്നുണ്ട്. ഇന്ത്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന സ്റ്റാർ ട്രേഡർ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 31 ഡിസംബർ വരെയാണ് ഈ ഒരു ബോണസ് പീരീഡ് ഉള്ളത്. അതിന് മുന്നേ ആയിട്ട് ആ
അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ സ്റ്റാർട്ട് ട്രേഡറിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദുബായ് ക്ലയൻസിന് പ്രത്യേക ലിങ്കാണ്, ആ ലിങ്ക് നോക്കി തന്നെ എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അതിനുശേഷം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY-ലോട്ട് വരുമ്പോൾ JPY 157.2524 നിൽക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 155 അവിടെ നിന്ന് ബൈ ചെയ്യണമെന്ന്. മെനഞ്ഞാന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയാണതല്ലേ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് 154 അവിടെ എടുത്തിട്ട് 6.40 താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇടാൻ പറഞ്ഞതല്ലേ. സോ ആ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 180 പിപ്പിൻ്റെ അടുപ്പിച്ചിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 158 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഈവൻ 154 അവിടെ നിന്ന് തിങ്കളാഴ്ചയെ നമ്മൾ ഓപ്പർച്യൂണിറ്റി പറഞ്ഞതാണ്. അവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് JPY-യിൽ പറയാനായിട്ടുള്ളത്. JPY-യിൽ ഇനി എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ അടുത്ത സപ്പോർട്ട് 156 സോ 156 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് JPY-യിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. JPY അപ് ട്രെൻഡാണ്, കാരണം അവരുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ നല്ലൊരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം അത് വളരെ നല്ല രീതിയിലാണ് ജപ്പാൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് സെല്ലിലോട്ട് പോവാതിരിക്കുക, അപ് ട്രെൻഡാണ്, ബൈ മാർക്കറ്റാണ്, ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകാം. യൂറോ 1.15280 നിൽക്കുന്നു. ഇന്നലെ നമുക്ക് 1.1500 എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.1510 വരെ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അവർ പ്രോഫിറ്റിലാണ്, 20 പിപ്സിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. അത് ഉറപ്പായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക്. ഓക്കെ, സോ 1.1500 ബൈ എടുത്തിട്ടുള്ള ആൾക്കാർ 1.1440 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ GBP-ലോട്ട് വരുമ്പം GBP ഇന്നലെ 1.3100 അവിടെ ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. സോ സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ട് നമുക്ക് ഹിറ്റ് 1.3100 അവിടെ ബൈ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 1.3080 ആണ്. ഓക്കെ, ആ ടൈറ്റായിട്ട് വെക്കാൻ പറഞ്ഞു, കാരണം 3080 അടിച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. സോ മാർക്കറ്റ് താഴോട്ട് പോയി നമ്മൾ നോർമലി ഇടുന്ന സ്റ്റോപ്പ് ലോസ് 3040 താഴെയായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 3030 ഒക്കെ വെച്ചിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകത്തില്ലായിരുന്നു. നമ്മൾ 2 സ്റ്റോപ്പ് ലോസ് പറഞ്ഞു. നമ്മൾ ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.3080യും ടൈറ്റ് അല്ലാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വെക്കണം എന്നുള്ള ആൾക്ക് 1.3040 താഴെയും വെക്കാനായിട്ട് പറഞ്ഞു. സോ 3040 താഴെ വെച്ച ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. മാർക്കറ്റ് ഇപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി അവസാനിക്കുന്നത് 1.3100 മുകളിലാണ്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 3100 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് GBP-യിലുള്ള ഞാൻ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBP-യിൽ പറഞ്ഞു തരാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് പോകുമ്പോൾ GBP ഇന്ന് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. GBP 1.300 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം എന്നുള്ളതാണ് GBP-യിലുള്ള വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഇല്ലാത്ത പക്ഷം നമുക്ക് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുന്നത് 1.3100 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 3100 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 4061 മാർക്കറ്റ് നിൽക്കുന്നു. ഗോൾഡിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. മാർക്കറ്റ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ 4030യിലും ബൈ ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് എങ്ങാനും 4000 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. എനിക്കറിയാം ഇന്നലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വോളറ്റാലിറ്റി ഉള്ള ഗോൾഡിനകത്ത് ട്രേഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ JPY ട്രേഡ് ചെയ്യും. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് പോലും JPY-യിൽ ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ. സോ അതേപോലെ യൂറോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് പോലും ഹിറ്റായിട്ടില്ല. GBPയിൽ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് 1-2 ഓപ്പർച്യൂണിറ്റീസാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഗോൾഡിൽ ഞാൻ ഓപ്പർച്യൂണിറ്റീസ് പറയാറില്ല, എന്നിരുന്നാലും ഗോൾഡിൽ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടെന്നുള്ളത് 2-3 വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്, ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ടിട്ട്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ നിന്ന് മാറി നിന്ന് കറൻസീസിൽ കൂടുതൽ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാനായിട്ടുള്ളത്. കാരണം നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ഞാൻ പറയുന്നത് പോലെ എന്താണ്, ഒരു $5,000 ഉള്ള ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 0.1 ലോട്ടിൽ കൂടുതൽ എടുക്കാതിരിക്കുക. ഓക്കെ, കാരണം 4 സ്റ്റോപ്പ് ലോസ് അടിച്ച് നമുക്ക് ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ മിനിമം $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. സോ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുമ്പോൾ 4 സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിയുടെ 20% നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അല്ലേ? സോ നമ്മൾ ഓരോ ട്രേഡിലും നമ്മൾ 5% ആണ് റിസ്ക് ചെയ്യുന്നത്. അവിടെയും $5,000 അക്കൗണ്ടിൽ നമ്മൾ ഈവൻ 0.1 ലോട്ട് ചെയ്താൽ പോലും നമ്മൾ 5% ഓഫ് ദ ഇക്വിറ്റിയാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത്, അത്രയും ചെറിയ ലോട്ട് സൈസ് എടുത്തിട്ട് പോലും, അല്ലേ? സോ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് വേണമെങ്കിൽ 1% വരെ നമുക്ക് ഇതിനകത്ത് റിസ്ക് ചെയ്യാം. പക്ഷേ അവിടെ സ്റ്റോപ്പ് ലോസ് വെറും $5 കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഒരിക്കലും കൊടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു സാഹചര്യത്തിലും ഗോൾഡിൻ്റെ, അല്ലേ? സോ അതുകൊണ്ടിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ $25 സ്റ്റോപ്പ് ലോസ് പറയുന്നത്. 1:1.5 $37.5 എങ്കിലും നമ്മൾ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈവൻ ഒരു മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരാൾ $20-25 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോകുന്നുണ്ട്. 1.15 അല്ലെങ്കിൽ 1.2 റേഷ്യോയിലൊന്നും അല്ല ട്രേഡ് ചെയ്ത് പോകുന്നത്. അതാണ് നമുക്ക് ലോങ്ങർ ടേമിലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനായിട്ട് പറ്റാത്തതും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, GBP എടുക്കുക, യൂറോ എടുക്കുക, JPY എടുക്കുക, നമുക്ക് മാക്സിമം പോകുന്ന സ്റ്റോപ്പ് ലോസ് 80 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിരിക്കും മാക്സിമം. ഓക്കെ, 120 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് നമ്മൾ വെച്ചാൽ ഉറപ്പായിട്ടും ആ ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ആവുകയും നമ്മൾ ബേസിക്കലി ഒരു $5,000 അക്കൗണ്ട് ആണെങ്കിൽ JPYയിൽ നമുക്കൊരു 0.3 ലോട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ യൂറോയിൽ GBPയിലൊക്കെ 0.5 ലോട്ട് വരെ എടുക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലും ഇതേപോലത്തുള്ള കറൻസീസിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു ലോങ്ങർ ടേമിൽ പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനും പറ്റും. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും, പക്ഷേ എന്താണ്, നമ്മളൊരു 10 ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ 2-3 ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കറൻസീസിലോട്ട് മാറുക എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോൾഡിൽ മാത്രമേ ട്രേഡ് ചെയ്യൂ, നമ്മൾ പൈസ ഉണ്ടാക്കാനാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ ഗോൾഡിൽ മാത്രമേ ട്രേഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, നമുക്ക് ലോങ്ങർ ടേമിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ഈ പറയുന്ന കറൻസീസിലോട്ട് വരിക, ഡെമോ അക്കൗണ്ടിൽ കറൻസീസ് ട്രേഡ് ചെയ്ത് നോക്കുക, ഈ പറയുന്ന ലെവൽസ് എല്ലാം വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക, ചെറിയ ലോട്ട് സൈസ് എടുത്ത് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം റിയൽ അക്കൗണ്ടിൽ എന്താ പറയുക കറൻസീസിൽ ട്രേഡ് ചെയ്യുക. ഇതേവരെ കറൻസീസിൽ ട്രേഡ് ചെയ്യാത്ത ആൾക്കാരെന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇല്ലെങ്കിൽ വളരെ ചെറിയ ലോട്ട് സൈസിൽ കറൻസീസിൽ ട്രേഡ് ചെയ്ത് ഒരു 1 മന്ത് നോക്കിയതിന് ശേഷം നല്ല രീതിയിലുള്ള ലോട്ട് സൈസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.